പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് നേരിട്ട് ഇന്നത്തെ യാവനയിലേക്ക് പ്രവേശിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്ന് നവംബർ മാസം 29-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ നിയോഗങ്ങളാണ് വെക്കേണ്ടത്. ഇന്ന് നിങ്ങൾ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ, കർത്താവിൻ്റെ സഹായം ആവശ്യമായുള്ള എല്ലാ മേഖലകളും, യാത്രകൾ, സംരംഭങ്ങൾ, ചർച്ചകൾ, രോഗസൗഖ്യം, ജോലി, വീട്, വിവാഹം, വഴി, വിസ, ഇങ്ങനെ എന്തെല്ലാമാണ് എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത്. ആ മേഖലകൾ ഇനി വേണ്ടത്ര ഭക്തിയോ വിശ്വാസമോ തോന്നണില്ല എന്നുണ്ടെങ്കിൽ തോന്നണില്ല എന്ന് ദൈവത്തോട് പറയണം. അങ്ങനെ പറഞ്ഞാൽ ആ വിശ്വാസം നമ്മളെ വർദ്ധിപ്പിച്ച് ദൈവം തരും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് അതീവ പ്രസരിപ്പോടെ ഈ പൊന്നുഷസിനെ നിന്റെ നാവ് വിളിച്ച് അപേക്ഷിക്കാൻ ഇടയാക്കിയത് നിന്റെ കരുണയാണെന്ന് ഞങ്ങൾ കരുതുന്നു. കർത്താവ് നിന്റെ അവകാശം ഓഹരിമാകുന്ന തിരുസഭയുടെ നീ കരുണയായിരിക്കണം. അങ്ങയുടെ മക്കൾ നെഞ്ചിലും മുദ്ര വാങ്ങിച്ചിട്ടുള്ള വിശ്വാസത്തിനും മുദ്ര വാങ്ങിച്ചിട്ടുള്ള അങ്ങയുടെ മക്കൾ നമ്മുടെ ശിരസുകളെ അങ്ങയുടെ തിരുസന്നിധിയിൽ കൈകൾ കുപ്പി നിൽക്കുന്ന ഈ പ്രഭാതത്തിലെ നിന്റെ തിരുമുറുവാർന്ന വലതുകരം മക്കളുടെ ശിരസിൽ കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്രകൾ, എൻ്റെ കാലുകൾ മലയാളികളുടെ കരുത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് മക്കളുടെ സഞ്ചാരം, ഇന്നത്തെ യാത്ര എവിടെയെല്ലാമാണോ ആരെല്ലാം കണ്ടുമുട്ടുന്നു, പോകുന്ന വഴികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, കർത്താവ് ഞങ്ങളുടെ അശ്രദ്ധയിലും ഞങ്ങളുടെ പലതരത്തിലുള്ള മിസ്സിംഗ് ആയിട്ടുള്ള സമയങ്ങളെല്ലാം കർത്താവ് നിൻ്റെ പ്രത്യേക പരിപാലന ഞങ്ങൾക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ, കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം പരിശുദ്ധാത്മാ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിന് കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളെ ചുഴന്നു നിൽക്കട്ടെ. എൻ്റെ കർത്താവ്, അവിചാരിതമായ കാരണങ്ങൾ, ആകസ്മിക സങ്കടങ്ങൾ, ഞങ്ങളുടെ അവകാശം ഒക്കെ ജനങ്ങൾ നിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ, തിരുത്തത്തിൻ്റെ ശക്തിയെ സംരക്ഷിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ രോഗപീഠകളെ കർത്താവ് ഏറ്റെടുക്കട്ടെ. നീ കഴിക്കുന്ന മരുന്നുകൾ, നീ ഡെയിലി കഴിക്കുന്ന, തുടർച്ചയായി കഴിച്ചുകൊണ്ടേയിരിക്കുന്ന മരുന്നുകൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ വലിയ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, പേശികളിലും, അസ്ഥികളിലും, അസ്ഥിക്കുഴകളിലും, ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ നിൻ്റെ ജീവസന്ധാന മാർഗങ്ങൾ, ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ, നഷ്ടപ്പെട്ട ജോലി, ജീവിതത്തിൻ്റെ തകർച്ചകൾ, ഭാര്യഭർത്താക്കന്മാരെ വിഘടിച്ചും ഭിന്നിച്ചും ഇരിക്കുന്ന അവസ്ഥകൾ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. മക്കളില്ലാത്തവരെ കർത്താവെ, ഉള്ള മക്കൾക്ക് രോഗമായി പോയവർ, മക്കളോടെ വർഷങ്ങൾ മാസങ്ങളായി ആശുപത്രിയിലായവർ, മക്കളുടെ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്തവർ, ഗർഭസ്ഥ ശിശുക്കളുടെ എല്ലാവിധ അനുമോമനികളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ തൊഴിൽ മേഖലകൾ, അധ്വാന മേഖലകൾ, ധനസമ്പാദന മേഖലകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിൻ്റെ ഭീതികൾ, ആധികൾ, വ്യാധികൾ യേശുക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നവംബർ മാസം 29 വെള്ളിയാഴ്ച വായിക്കുന്ന സുവിശേഷം 2 വചനങ്ങൾ വായിക്കും. അധ്യായം ഒന്ന് തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായമാണ്. വചനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. 2-ാം വാക്യവും വായിക്കും, നമ്മൾ 14-ാം വാക്യവും വായിക്കും. ലൂക്ക 4:2. ലൂക്ക 4:2. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. ഇനി 4:14 എടുത്തേ. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 വചനങ്ങളിലെ ലൂക്ക 4:2, 4:14, ഒന്ന് കർത്താവ് പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ഇതുപോലെ ചില ജീവിത ദിവസം ഉണ്ടല്ലോ, ചില പറയും ഇന്ന് ഭയങ്കര ഡള്ളാണെന്ന് പറയും. എന്ന് വെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല. പിന്നെ പല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മാറിക്കിടന്ന് ഉറങ്ങിയാൽ മതിയെന്ന് തോന്നും. ഭക്ഷണം കഴിക്കാൻ പോലും തോന്നത്തില്ല. പല വിഷയങ്ങളിൽ ഓർത്തിട്ട് ചിലക്ക് പരീക്ഷ പേടിയാകും, ചിലക്ക് കേസാകും, ചിലക്ക് കേസിനെ കുറിച്ചുള്ള പേടിയാകും, ചിലക്ക് സാമ്പത്തികമായിട്ട് കൊടുക്കാനുള്ളവരുടെ ഡേറ്റ് ആകും, ചിലക്ക് ശാരീരികമായ രോഗങ്ങളാകും, ചിലക്ക് കുടുംബ കലഹങ്ങളാകും, കുടുംബത്തിൻ്റെ വിഷമം, ചിലക്ക് തൊഴിൽപ്പാട്ടിലുണ്ടാകുന്ന, ജോലി സ്ഥലത്തുണ്ടാകുന്ന ക്ലേശങ്ങളാകും. ഇങ്ങനെ വില കൊണ്ട് മനസ്സ് തളർന്ന ആൾക്കാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനസ്സ് തളരുന്ന ദിവസങ്ങളെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിന് പ്രലോഭനത്തിൻ്റെ കാലം എന്നാണ് വിളിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം ക്ഷയിക്കേണ്ട കാലം. ക്ഷമയോൻ സത്താൻ തന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാൻ നോക്കി. ഐ വാസ് പ്രേയിങ് ഫോർ യു. നീ എഴുന്നേൽക്കുക, നീ ശക്തിപ്പെടുക, മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുക. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇതിന് ഞാൻ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? എംപവർമെൻറ്റ് ടൈം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ് ടൈം എന്നൊക്കെ പറയും. ഇപ്പോൾ വിമാനത്തിൽ നിന്ന് ആകാശത്ത് വിമാനത്തിലേക്ക് തന്നെ ഇന്ധനം നിറക്കണില്ലേ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ധനം നിറക്കുന്ന ടൈമാണ് പ്രലോഭനത്തിൻ്റെ ടൈം, ക്ലേശത്തിൻ്റെ സമയം, രോഗത്തിൻ്റെ സമയം, മറ്റുള്ളവർ നമ്മൾ ഒറ്റപ്പെടുന്ന സമയം, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയം, നമുക്ക് ഉറങ്ങിയാൽ മതിയെന്ന സമയം, നമുക്ക് എന്തിനു വേണ്ടി ജീവിക്കണം തോന്നുന്ന സമയം. അപ്പോൾ ഇങ്ങനെയുള്ള നിരാശ കാലഘട്ടങ്ങൾ ബൈബിൾ പറയുന്നത് അത് പ്രലോഭനത്തിൻ്റെ ടൈം എന്നാണ്. പക്ഷെ എന്തിനാണ് ഉദ്ദേശിക്കണത്? ആ പ്രലോഭനങ്ങളുടെ സമയങ്ങളെല്ലാം നീ വിശ്വാസം, ക്രിസ്തുവിനെ പോലെ വിശ്വാസം നിലനിർത്തുകയും നിൻ്റെ ജീവിത പ്രശ്നങ്ങളെ വചനത്താൽ പ്രതിരോധിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രലോഭന കാലങ്ങളിൽ നമ്മൾ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രലോഭന കാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വായിക്കാൻ തോന്നത്തില്ല എന്നുള്ള കാര്യം സത്യം. പക്ഷെ അതേസമയം തന്നെ വായിക്കാൻ കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ക്ലേശകാലങ്ങളിൽ പ്രാർത്ഥനയുടെ കാലമാണത്.
ആ ക്ലേശകാലങ്ങളെന്ന് പറയുന്നത് വചനം വായനയുടെ സമയമാണ്. ക്ലേശകാലങ്ങളെന്ന് പറയുന്നത് വചനം പ്രാവർത്തികമാക്കുന്ന സമയമാണ്. കർത്താവ് അതാണ് പറയണത്, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് എഴുതിയിട്ടുണ്ടെന്ന്. പിശാചോട് പറഞ്ഞത് എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കർത്താവ് വചനം കൊണ്ടാണ് പ്രതിരോധിക്കുന്നത്. അതുപോലെ നിൻ്റെ ജീവിത പ്രശ്നങ്ങളെയും ക്ലേശകാലത്ത് പ്രലോഭനകാലത്ത് വചനം കൊണ്ട് പ്രതിരോധിക്കുമ്പോഴേ എന്ത് സംഭവിക്കും? 4:14 സംഭവിക്കും. എന്താണ്? ആ കാലം കഴിയും. എന്നും കുന്നും ഒരു കാലം ഇങ്ങനെ ഉണ്ടാകത്തില്ല. എന്നും കുന്നും പ്രലോഭനമായിരിക്കത്തില്ല, എന്നും കുന്നും രോഗമായിരിക്കത്തില്ല, എന്നും കുന്നും പീഡയായിരിക്കത്തില്ല, എന്നും കുന്നും ഭാരപ്പെടുന്ന അവസ്ഥയായിരിക്കട്ടെ. അത് കഴിയണ ഒരു സമയം കർത്താവുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ആത്മാവിൽ അവൻ ശക്തിപ്പെടും. അപ്പോൾ ഈ ടൈം കഴിയുമ്പോൾ ശരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശം എന്താണ്? ആത്മാവ് ശക്തിപ്പെടാൻ വേണ്ടി ദൈവം ഒരു ആത്മാവിൻ്റെ പ്രതികൂല കാലങ്ങൾ സൃഷ്ടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനാകാലമാണ്, അത് വചനവായൻ്റെ കാലമാണ്, എംപവർമെൻ്റ് കാലമാണ്, ഫീലിംഗ് ടൈമാണ്, ഇന്ധനം നിറക്കുന്ന കാലമാണെന്ന് ഓർത്തുകൊണ്ട് ഇന്ധനം നിറച്ചുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, വചനം പാലിച്ചുകൊണ്ടേയിരിക്കണം, വചനം പ്രാവർത്തികമായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ വിൽ ബി എംപവേർഡ്. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ അതിനെ അതിജീവിച്ചിരിക്കും. അങ്ങനെ ഒരു നല്ല കാലം നിങ്ങൾക്ക് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.